ഉത്തർപ്രദേശിൽ നിയമവാഴ്ച എന്നാൽ അത് വെറും വാക്കുകളല്ല, മറിച്ച് വെടിയുണ്ടകളുടെ മുഴക്കം കൂടിയാണെന്ന് വീണ്ടും തെളിയുന്നു. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കിടയിൽ പോലീസിന്റെ തോക്കിനിരയായത് രണ്ട് കൊടും ക്രിമിനലുകളാണ്. ക്രിമിനലുകൾക്ക് പിയിൽ സ്ഥാനമില്ലെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ അർദ്ധരാത്രിയിൽ നടന്ന രണ്ട് വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിലൂടെ യോഗിയുടെ വാക്കിന് പോലീസ് അടിവരയിട്ടിരിക്കുകയാണ്. സിറാജ് അഹമ്മദ്, ആസാദ് എന്ന സുബൈർ, ഈ പേരുകൾ പിയിലെ ഗുണ്ടാ പട്ടികയിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നവയാണ്. 1.5 ലക്ഷം രൂപയാണ് ഇവരുടെ രണ്ടുപേരുടെയും തലയ്ക്ക് സർക്കാർ വിലയിട്ടിരുന്നത്. എന്നാൽ ഇന്നലത്തെ സൂര്യോദയത്തിന് സാക്ഷ്യം വഹിക്കാൻ അവർക്ക് സാധിച്ചില്ല. ആദ്യത്തെ ഏറ്റുമുട്ടൽ നടന്നത് സഹറാൻപൂരിലാണ്. പി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും ലോക്കൽ പോലീസും സംയുക്തമായി നടത്തിയ നീക്കത്തിൽ 1 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ട സിറാജ് കൊല്ലപ്പെട്ടു. സുൽത്താൻപൂർ കൊലക്കേസിലെ മുഖ്യപ്രതിയും 30ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ ഇയാൾ പോലീസിന് നേരെ വെടിയുതിർത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. സ്വയം പ്രതിരോധത്തിനായി പോലീസ് നടത്തിയ തിരിച്ചടിയിൽ സിറാജിന്റെ അന്ത്യം കുറിക്കപ്പെട്ടു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ ബുലന്ദ് ഷഹറിൽ നിന്നും അടുത്ത വാർത്തയെത്തി. 50,000 രൂപ ഇനാമുള്ള കുപ്രസിദ്ധ കുറ്റവാളി ആസാദ് മുന്ന ഖാൻ എന്ന സുബൈർ പോലീസുമായി ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടു. വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ ആസാദും കൂട്ടാളിയും പോലീസിനെ ലക്ഷ്യം വെച്ച് വെടിയുതിർക്കുകയായിരുന്നു. എന്നാൽ കൃത്യമായ പ്ലാനിങ്ങോടെ പോലീസ് ഇവരെ വളഞ്ഞതോടെ ഏറ്റുമുട്ടൽ രൂക്ഷമായി. ഒടുവിൽ പോലീസിന്റെ വെടിയേറ്റ് ആസാദ് ആശുപത്രിയിൽ വെച്ച് മരിച്ചു. ഇയാളുടെ പക്കൽ നിന്ന് നിരവധി ഫോണുകളും മാരകായുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. യോഗി ആദിത്യനാഥ് അധികാരമേറ്റത് മുതൽ ഉത്തർപ്രദേശിൽ ഗുണ്ടാരാജുകൾക്കും മാഫിയ സംഘങ്ങൾക്കും കഷ്ടകാലമാണ്. സീറോ ടോളറൻസ് നയം നടപ്പിലാക്കിയതോടെ പല ക്രിമിനലുകളും സംസ്ഥാനം വിടുകയോ അല്ലെങ്കിൽ പോലീസിന് മുൻപിൽ കീഴടങ്ങുകയോ ചെയ്തിരുന്നു. പോലീസിനെ വെല്ലുവിളിക്കുന്നവർക്കും ജനങ്ങളുടെ സമാധാനം കെടുത്തുന്നവർക്കുമുള്ള മറുപടി അവരുടെ ഭാഷയിൽ തന്നെ നൽകുക എന്നതാണ് പോലീസിന്റെ ഒരു പുതിയ രീതി. കഴിഞ്ഞ 85 ദിവസത്തിനുള്ളിൽ മാത്രം പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്ന 13ാമത്തെ കുറ്റവാളിയാണ് ആസാദ് എന്നത് ഭരണകൂടത്തിന്റെ കർക്കശമായ നിലപാട് വ്യക്തമാക്കുന്നു. സിറാജ് 30ലധികം കേസുകളിൽ പ്രതിയായിരുന്നുവെങ്കിൽ ആസാദിന്റെ പേരിൽ കൊള്ളയും പിടിച്ചുപറിയും ഉൾപ്പെടെ 47 കേസുകളാണ് ഉണ്ടായിരുന്നത്. തോക്കെടുത്ത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയിരുന്ന ഇത്തരക്കാർക്കെതിരെ പൊതുജന സുരക്ഷ കണക്കിലെടുത്താണ് ഇത്തരമൊരു കടുത്ത നിലപാടിലേക്ക് പി സർക്കാർ നീങ്ങിയത്. ആക്രമികളിൽ ഒരാൾ രക്ഷപ്പെട്ടെങ്കിലും അയാൾക്കായുള്ള തിരച്ചിൽ പി പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കുറ്റവാളികളുടെ ഭീഷണികളില്ലാത്ത സാധാരണക്കാർക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയുന്ന ഒരിടമായി പിയെ മാറ്റുമെന്ന യോഗി സർക്കാരിന്റെ പ്രഖ്യാപനം വെറും രാഷ്ട്രീയ മുദ്രാവാക്യമല്ലെന്ന് ഈ ഏറ്റുമുട്ടലുകൾ തെളിയിക്കുന്നു. അക്രമികളെ അമർച്ച ചെയ്യാൻ നിയമത്തിന്റെ സകല വഴികളും തേടുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇതിലൂടെ സർക്കാർ നൽകുന്നത്. ഉത്തർപ്രദേശിൽ ഇനി നീതി നടപ്പിലാകുന്നത് വെടിയുണ്ടകളിലൂടെയാകാം, അല്ലെങ്കിൽ കോടതി മുറികളിലൂടെയാകാം. എന്നാൽ അത് ഉറപ്പായും നടപ്പിലായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.